പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ഒറ്റപ്പാലത്ത് LDF തന്നെ വരണമെന്ന് മുരുക്കുംപറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഒറ്റപ്പാലത്ത് LDF തന്നെ വരണമെന്ന് മുരുക്കുംപറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. ഒറ്റപ്പാലത്ത് PK ശശിക്ക് വോട്ട് ലഭിക്കില്ല എന്നും ഇത്രയും നാൾ PK ശശിയെ കുറ്റം പറഞ്ഞിരുന്ന UDF എങ്ങനെയാണ് അയാൾക്ക് വേണ്ടി വോട്ട് ചോദിക്കുക എന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചോദിക്കുന്നു. വോട്ട് കൊടുക്കും തോന്നുന്നുണ്ടോ? കാരണം ഇതേവരെ LDF ഉയർന്നല്ലോ, അപ്പോൾ കോൺഗ്രസ്സുകാർക്ക് അവനെ കണ്ടുകൂടായിരുന്നു. അങ്ങനെയല്ലേ? ഇന്നിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ ഇനി അവരെന്നെ വന്നിട്ട് പറയാം, ഇതേവരെ അവനില്ലാത്ത കുറ്റം ഉണ്ടാവില്ല PK ശശിക്ക്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നാളെ വന്നിട്ട് ഇവർ വന്നിട്ട് വോട്ട് ചെയ്യാൻ PK ശശിക്ക് തരണമെന്ന് അങ്ങനെ പറയാം. അത് ചോദിക്കുന്നത് ന്യായമാണ്. അതേസമയം ഭരണം മാറി വരണമെന്നും ഭരണം മോശമാണെന്ന അഭിപ്രായം ഇല്ലെന്നും എന്നാൽ ഭരണം മാറിയില്ലെങ്കിൽ കുത്തക ആയിത്തീരുമെന്നും മാറി വരേണ്ടത് തന്നെയാണെന്നും ചിലർ പറഞ്ഞു. ഭരണം മാറ്റം അത്യാവശ്യമാണ്. ഒരാളെ കയ്യിലാവുമ്പോൾ ട്രംപിൻ്റെ മാതിരി ആവില്ല, കുത്തകാവൂലേ? ഒരു കുത്തക ഭരണം എനിക്ക് തോന്നുന്നു നല്ലതാണ് തോന്നുന്നില്ല. പിണറായി ഭരിച്ചത് മോശമാണെന്ന് പോയി അത്രയും പറയുന്നില്ല. എന്നിരുന്നാലും ഭരണം മാറ്റം ഒരു അത്യാവശ്യമാണ്. അതിൽ വന്നോട്ടെ, പിന്നെന്താ അതിൽ വന്നോട്ടെ. പിന്നെ ജനകീയനായ MLA വികസന പദ്ധതികളും ഒറ്റപ്പാലത്തും സംസ്ഥാനത്തും LDF വരുമെന്നും മുരുക്കുംപറ്റയിലെ വ്യാപാരി അഭിപ്രായപ്പെട്ടു. 5 വർഷം കൊണ്ട് ജനകീയനായിട്ടുണ്ട് MLA ജനകീയനാണ്. എൻ്റെ ഗവൺമെന്റിന്റെ വികസന പദ്ധതികളുണ്ട്. 4 ലക്ഷത്തിലാണ് വീട് കൊടുത്തത്. വയനാട് ടൗൺഷിപ്പ് ഉൾപ്പെടെ ഉള്ളത്, പെരുമ്പളം പാലം ഉൾപ്പെടെ ഉള്ളത് വികസനങ്ങൾ LDF പറയാനുണ്ടല്ലോ. ആ നിലയ്ക്ക് മറ്റൊരു LDF ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. 3ാം ഭരണം വരും, അങ്ങനെയാണ് ഞാൻ കരുതുന്നത്.